നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് മന്ത്രിസഭയിലേക്കെന്ന സൂചന. ധനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി വിവരം. മുൻ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് ലഭിക്കുന്ന സൂചനകൾ? ഈ ധനമന്ത്രി സ്ഥാനം എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നിർമ്മല സീതാരാമനാണ് ഈ ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ലക്ഷ്യങ്ങൾ പുതിയ സർക്കാരിന് കീഴിൽ ഈ ധനവകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പോളിസികളുടെ എല്ലാം ഒരു പിന്നിൽ നിന്നിരുന്ന ഒരു ബ്യൂറോക്രാറ്റ് എന്ന രീതിയിൽ ഇപ്പോൾ അമിതാഭ് കാന്തിനെ ഈ രംഗത്തേക്ക് പരിഗണിക്കുന്നത്. രണ്ട് പേരുകളാണ്, കാമത്തിന്റെ പേരും മുൻ ICIC ചെയർമാനായിട്ടിരുന്ന കാമത്തിന്റെ പേരും ഒപ്പം അമിതാഭ് കാന്തിന്റെ പേരുമാണ് ചർച്ചയിൽ വന്നത്. പക്ഷേ ഈ കാമത്തിന്റെ പേര് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആക്ഷേപങ്ങൾ, ICICയിലെ ചില ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൊച്ചാർ അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിന് സമാന്തരമായിട്ട് ഈ അമിതാഭ് കാന്തിന്റെ പേര് ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ധനമന്ത്രിയായിട്ടായിരിക്കും പ്രവർത്തിക്കാനായി പോകുന്നത്.